എല്ലു പൊട്ടിയതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പശ്ചാത്തലത്തിൽ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ സഹായം അനുവദിച്ചു. പല്ലശന ഒഴുവുപാറയിലെ നിർമ്മാണ തൊഴിലാളി വിനോദിന്റെയും പ്രസീതയുടെയും മകൾ വിനോദിനിയുടെ ചികിത്സയ്ക്കാണ് സഹായം അനുവദിച്ചത്. സഹായം ലഭ്യമാക്കാൻ കെ ബാബു MLA ഇടപെട്ടിരുന്നു. കളക്ടർ നൽകിയ റിപ്പോർട്ടിന്മേലാണ് സഹായം അനുവദിച്ചത്. കൈമുറിച്ചു മാറ്റിയതിനെ തുടർന്ന് കഴിഞ്ഞ 40ഓളം ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന പെൺകുട്ടിക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള തുക തികച്ചും അപര്യാപ്തമാണെന്ന് കുട്ടിയുടെ അച്ഛൻ വിനോദ് പറയുന്നു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം തൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് അർഹമായ സഹായം ലഭ്യമാക്കണമെന്നും കഴിഞ്ഞ 1.5 മാസമായി വീട്ടിലുള്ളവർക്ക് പണിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിൽ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണെന്നും കുട്ടിയുടെ കുടുംബം പരാതിപ്പെട്ടു. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അംഗവൈകല്യം വരുത്തിവെച്ച കാരണക്കാരായ ഉദ്യോഗസ്ഥർ ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ വേണ്ടിയുള്ള ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതാണെന്ന് അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഗവൺമെന്റ് തലത്തിൽ സ്വീകരിക്കണമെന്നും വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു.